നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ കല്യാണിന്റെ മുന്നിൽ നിൽക്കുകയാണ്. കല്യാണിക്കാണെങ്കിൽ പ്രകാശം പറഞ്ഞു കേട്ട് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഇനി ശേഷിച്ച കാലം എനിക്ക് നിങ്ങൾ 3 പെൺമക്കളെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ. അതൊക്കെ കേട്ട് കഴിയുമ്പോ കല്യാണി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വെറും പൊള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങള് എന്നെ, കാർത്തിയേച്ചിനെ, കാദംബരിയേച്ചിനൊക്കെ കൊല്ലാൻ പോലും മടിക്കില്ല. നിങ്ങളുടെ അത്രയ്ക്ക് നല്ല സ്വഭാവം എന്ന് അറിയണം. ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു, മോളെ നീ എന്നെ അവിശ്വസിക്കരുത്, വിശ്വസിക്ക. ഞാൻ വേണം നെഞ്ചു പറിച്ച് കാണിച്ചു തരാം. പക്ഷെ എനിക്കിതല്ലാതെ വേറെ മാർഗമില്ല ഇനി പറയാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞേ, എന്റെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾ 3 പെൺമക്കൾ മാത്രം ഉള്ളതെന്ന് പറയാം. അങ്ങനെ പറയരുത്. നിങ്ങൾ രാജാവിനെ പോലെ, വിക്രമാദിത്യ മഹാരാജനെ പോലെ കൊണ്ടുവരുന്ന ഒരുത്തൻ എന്തിയെ? അവനിപ്പൊ എവിടെയാന്ന് ചോദിക്കാം. ജയിലിലായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അത് ശരിയാ കല്യാണി. അവൻ ജയിലിൽ പോയതുകൊണ്ട് വേറൊരു നിവൃത്തി ഇല്ലാതെ വന്ന് ഇനിയിപ്പോ നമ്മുടെ അടുത്തേക്ക് വന്നാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പത്തിന് ഇയാളുടെ സ്വഭാവം കൂടി മാറുമെന്ന് പറയണം. പ്രകാശം പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, അതെല്ലാം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. കാരണം ഞാൻ ഇതൊക്കെ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട്. ആ ദ്രോഹത്തിനുള്ള ശിക്ഷ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ ശിക്ഷയൊക്കെ കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നേ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ സാധിച്ചു തരണമെന്ന് ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോ കല്യാണിച്ച് എന്താഗ്രഹം? നിങ്ങൾക്കിനി എന്താ ആഗ്രഹമുള്ളേ? ഞങ്ങളെ കൊല്ലാനുള്ള വല്ല ആഗ്രഹമാണോന്ന് ചോദിക്കും. ഞങ്ങൾ ഇനി മുന്നിൽ വന്ന് നിന്ന് തന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. അതല്ല, നിങ്ങളുടെ മക്കള് 3 പേരുടെ ഒപ്പം ഇരുന്ന്, പെൺമക്കളോടൊപ്പം ഇരുന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തരണമെന്ന് പറയാം. സാധിച്ചു തരണില്ല, കടന്നു പോയിക്കോ. എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലോ. ദേ, വേണമെങ്കിൽ വല്ല എന്തേലും ഇച്ചിരി പൈസ വേണമെങ്കിൽ മേടിച്ചോണ്ട് പോക്കോ. മേലാല ഈ പടിക്കകത്ത് പോലും കടന്നു പോയേക്കരുത്. ഒരു തവണത്തേക്ക് ക്ഷമിച്ചു, പക്ഷെ എല്ലാ തവണ നിങ്ങളെ സെക്യൂരിറ്റിക്കാരൻ ഇങ്ങോട്ട് കയറ്റിവിട്ടെന്ന് വരത്തില്ല. നിങ്ങളുടെ പുതിയ തന്ത്രമായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാണ്. കുറെ ഇത് ഞങ്ങൾ കണ്ടോളാം. ഞാനും കിരണേട്ടനും എന്റെ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അത് മാത്രമല്ല, കാർത്തിയേച്ചിയുടെ അമ്മ, കാർത്തിയേച്ചിയെ കൊണ്ടുപോയി ഓടെ തള്ളിയവനല്ലേ നിങ്ങള്. എന്നെ വയറ്റി വെച്ച്, അല്ല എന്റെ അമ്മയുടെ വയറ്റി വെച്ച് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനല്ലേ. എന്നിട്ടാണ് വന്ന ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് പറയാം. പ്രകാശം പറ, ശരിയാ മോള് പറഞ്ഞ് 100% ശരിയാ. പക്ഷെ ഞാൻ വന്നുപോയി. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഭിക്ഷ യാചിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഭിക്ഷ യാചിക്കില്ല, അറിയാലോ. ഞാൻ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട്. എനിക്കത് മതി. എനിക്ക് നിങ്ങളുടെ ഒരു പൈസ പോലും വേണ്ട. മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി, അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം. ദേ, എന്റെ കൺമുന്നിൽ നിന്ന് ഇനി കൂടുതൽ പ്രസംഗിച്ചാണ്ടല്ലോ അച്ഛനാന്ന് ഞാൻ നോക്കത്തില്ലാന്ന് പറയണം. കിരൺ പറഞ്ഞു, ഇറങ്ങി പോടോന്ന് പറയണം. അങ്ങനെ പ്രകാശിനെ അവിടെ നിന്ന് കൂടെ ഇറക്കി വിടുവാണ്. പ്രകാശൻ ഇറങ്ങി വരുന്ന സമയത്താണ് രതീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. രതീഷ് പ്രകാശനെ കണ്ടതും പറഞ്ഞു, ആഹാ, നീ ഇവിടേക്കും വന്നെന്ന് ചോദിക്കാം. അവിടെ വന്നിട്ട് എന്തൊക്കെയോ മോഷ്ടിച്ചോണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞില്ലേ? സത്യം പറ പ്രകാശ, അവിടെ നിന്ന് എന്താ മോഷ്ടിച്ചെന്ന് ചോദിക്കും. അത് കേട്ടതും പ്രകാശം പറഞ്ഞു, മോനെ രതീഷ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയണം. മോനെ രതീഷ എന്നോ ഇങ്ങനെയൊന്നും നിങ്ങൾ വിളിക്കുന്നല്ലോ എന്ന് പറയണം. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല അവിടെ വന്നിട്ട്. സത്യം പറഞ്ഞു, ആ മുറിക്കകത്ത് പിന്നെ നിങ്ങൾ എന്തിനാ കയറിയത്? കാദംബരി പറഞ്ഞു നിങ്ങൾ ആ മുറിക്കകത്ത് കയറിയെന്ന്. എന്തേലും അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ സ്വഭാവമല്ലേ, പറയാൻ പറ്റില്ല. മകൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നോളം വരെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തേലും അടിച്ചു മാറ്റിക്കാണും. ഒന്നെങ്കിൽ പണം, അല്ലെങ്കിൽ സ്വർണം, എന്തേലും മാറ്റിക്കാണും. സത്യം പറ, എന്താ അടിച്ചു മാറ്റിയെന്ന് എനിക്ക്? ഒന്നുമില്ലാന്ന് പറയാം. എന്നാ നീ ഒന്ന് പരിശോധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് എന്ത് ചെയ്യുവാണ്, അങ്ങനെ പോക്കറ്റിനകത്തേക്ക് അങ്ങോട്ട് കൈയിടുവാണ്. വല്ല പൈസ സ്വർണ്ണം എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ട. നോയിക്കഴിഞ്ഞപ്പത്തേനും ഒരു ഫോട്ടോ കിട്ടി. നോയിക്കഴിഞ്ഞപ്പോ അത് കല്യാണിന്റെ ഫോട്ടോയാ. പെട്ടെന്ന് പ്രകാശനത് പിടിച്ചു വാങ്ങി. ഈ ഫോട്ടോ മാത്രം ഞാൻ തരില്ല എന്ന് പറയാണ്. ഫോട്ടോ, അതെ, ഇത് മാത്രം ഞാൻ തരില്ല. ഇത് ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഫോട്ടോയാ. ഇത് മാത്രം എന്നോട് ചോദിക്കരുത്. വേറെ എന്ത് വെള്ളം എന്നോട് ചോദിച്ചോ, പക്ഷെ ഈ ഫോട്ടോ മാത്രം ഞാൻ തരില്ല. ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത്, അല്ലാതെ വേറൊന്നും അവിടെ നിന്ന് എടുത്തില്ല. സ്വർണ്ണോ പണോ ഒന്നും ഞാൻ എടുത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രതീഷ് ചിരിച്ചു. ആഹാ, കൊള്ളാലോ. ഇത് എന്ത് പറ്റി പ്രകാശ? ആകെ പടര് മാറ്റമുള്ളോ? പുതിയ അഭ്യാസമായിരിക്കും അല്ലേ? ഇത്രയും കാലം ചെയ്തൊന്നും പോരാഞ്ഞിട്ട് പുതിയ അടവായിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? എന്തായാലും നടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം രതീഷ് അകത്തേക്ക് എറിച്ചെന്നു. കല്യാണിന്റെ കിരണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പ്രകാശനെ ഞാനിപ്പോ കണ്ടായിരുന്നു പറയാണ്. ഇത് കേട്ടിഞ്ഞപ്പോ കല്യാണം പറഞ്ഞു, ഇവിടെ വന്നിട്ട് പോയതാ. ഇവിടെ വന്ന് ഞങ്ങൾ കഴിഞ്ഞപ്പോ ഞങ്ങൾ ആട്ടി ഇറക്കിന്ന് പറയാണ്. ഈ സമയം രതീഷ് പറഞ്ഞു, ഞാൻ കരുതി അയാൾ അവിടെ നിന്ന് വല്ല സ്വർണവും പണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മോഷ്ടിച്ചെന്ന്. പക്ഷേങ്കില് അതൊന്നും അല്ല മോഷ്ടിച്ചേ, കല്യാണിയുടെ ഒരു ഫോട്ടോയെ മോഷ്ടിച്ചെന്ന് പറയണേ. ഫോട്ടോയോ? അതെ, ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് അയാൾ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് മാത്രം അയാൾ തരില്ല എന്ന് പറഞ്ഞു. അത് അയാൾക്ക് വേണമെന്ന്, നെഞ്ചോട് ചേർത്ത് പിടിക്കാനാന്ന്. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എനിക്ക് തോന്നേ ഇത് അടുത്ത അടവ് അഭ്യാസമാണെന്നാ തോന്നുന്നേ. ഇതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ ചതിക്കുഴിപ്പെടും എന്ന് പറയണം. കല്യാണി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ജഗദീഷ് പറഞ്ഞു, പണ്ടത്തെ പോലെ എന്തോ ഒരു മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അയാൾ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം.
ഈ സമയം പ്രകാശൻ ഇറങ്ങി നടക്കുക. പ്രകാശനും വല്ലാത്തൊരു വിഷമായി പോയി. കാരണം കല്യാണിന്റെ അടുത്ത് എന്ന് കഴിയുമ്പോ ഒരു പക്ഷേങ്കില് അവള് തന്നെ മനസ്സിലാക്കുന്ന ഒരു ചിന്തയുണ്ട്. താൻ ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്താ, എന്നാലും പക്ഷെ അവിടെ നാട്ടി ഇറക്കി, എന്നാലും കുഴപ്പമില്ല, അവളെയും കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച അവളെയാണല്ലോ. ഒരച്ഛനെന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ താൻ ചെയ്ത് എത്ര ക്രൂരമായിട്ട് അവളോട് പെരുമാറിയത്, അതൊക്കെ ഓർത്തിട്ട് പ്രകാശൻ ഇങ്ങനെ നടക്കുക. അവസാനം പ്രകാശൻ നേരെ ഭാനുമതി അമ്മയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മ അവിടെ ഉണ്ടായിരുന്നു, സ്നേഹസ്ഥാനത്തിനുണ്ടായിരുന്നു. പ്രകാശനെ കണ്ടതിന് ശേഷം നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അമ്മേ, എനിക്ക് അമ്മയെ കാണണം തോന്നി, അതുകൊണ്ട് വന്നെന്ന് പറയാം. എന്നെ എന്തിനാ കാണുന്നേ അമ്മേ? ഒത്തിരി സങ്കടമൊക്കെ വന്ന് നമ്മുടെ നെഞ്ചു പൊട്ടാൻ തുടങ്ങുമ്പോ നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്ക് കാണാൻ തോന്നില്ലേ, അതുപോലെ എനിക്ക് അമ്മയെ കാണാൻ തോന്നിന്ന് പറയാം. അമ്മയാണ് പോലും. എടാ, നിനക്ക് എപ്പോഴാണ് അമ്മയാന്നുള്ള ബോധം ഉണ്ടായത്? കഴിഞ്ഞ തവണ പോലും നിനക്കറിയാലോ, നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ അമ്മയെന്ന് വിളിച്ചേക്കരുതെന്ന്. മേല അമ്മയെന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. ഞാൻ ഇവിടെ സ്വസ്ഥത സമാധാനത്തോടും കൂടി ജീവിച്ചു പൊക്കോട്ടെ. എന്റെ ഇവിടുത്തെ ഇതും കൂടെ താമസം കൂടെ നീ ഇല്ലാതാക്കരുതെന്ന് പറയാണ്. നീ ഇവിടെ വന്ന് കയറി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാടത്തിന് ഇവിടുത്തെ അന്തേവാസികൾക്ക് ഒന്നും ഇഷ്ടപ്പെടില്ല. കാരണം നിന്റെ അത്രയ്ക്ക് നല്ല സ്വഭാവം ആയതുകൊണ്ടാ ആർക്കും നിന്നെ ഇഷ്ടമില്ലാത്ത. കല്യാണ മോളെ പോലെ നല്ലൊരു മോളെ നിനക്ക് നിന്റെ രാജാവിനെ പോലെ കഴിയായിരുന്നു. അവൾക്ക് നീ ഒരിറ്റ് സ്നേഹം കൊടുക്കുമായിരുന്നെങ്കിൽ നിനക്ക് വയ്യാണ്ടായ സമയത്തും അവളെ ഞാൻ നോക്കിയതല്ലേടാ. എന്നിട്ടോ അവളെ വെല്ലുവിളിച്ച് നീ നടക്കുവല്ലേ ചെയ്തേ. നിനക്ക് നാണമുണ്ടോ പ്രകാശ വീണ്ടും ഇങ്ങോട്ടേക്ക് വരാന്? അമ്മ എന്ത് വെള്ളം പറഞ്ഞു? എന്നെ ചീത്ത പറയാ, തല്ലുവോ, കാല് തല്ലി ഒടിക്കോ, കൈ തല്ലി ഒടിക്കോ, ഇനി എൻ ജീവൻ വേണേലും എടുത്തോ. പക്ഷെ ഞാൻ അമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് ഒത്തിരി സങ്കടം വരുമ്പോൾ അമ്മയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മയെ കണ്ടൊന്ന് കെട്ടിപ്പിടിച്ച് കരയണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന ആത്മാർത്ഥമായിട്ടല്ല അമ്മയ്ക്ക് തോന്നുമല്ലേ ആണെങ്കിൽ അമ്മ എന്ത് വേണോ എന്നെ ചെയ്തോളം പറയണം. ഞാൻ ആത്മാർത്ഥമായിട്ട് അമ്മ പറയണേ. ഇത് കൂടുതൽ ഈ പ്രകാശിനെ അറിയത്തില്ല എങ്ങനെയാന്ന്. പ്രകാശം മുമ്പ് ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്, കല്യാണമാണെങ്കിലും എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പ്രായച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യാനായിട്ട് ഒരുങ്ങുക. എനിക്കെൻ്റെ പെൺമക്കൾ വേണം അമ്മേ. എനിക്ക് അവരോടൊപ്പം ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം എന്നെ ഏറ്റവും വലിയ മോഹമാണ്. എനിക്ക് അവരെ സ്നേഹിക്കണം. അവരെന്നെ സ്നേഹിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവരെ സ്നേഹിക്കണം എന്നൊക്കെ പറയാം. അമ്മ എന്നെ ആട്ടി അകറ്റിയാലും ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്നും പറഞ്ഞ് പ്രകാശൻ അങ്ങനെ വടിയെ കുത്തി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ ഭാനുമതി അമ്മയ്ക്ക് തോന്നി, ഇപ്പൊ ഇവൻ ഈ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ശരിയുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഈ സമയം മനോഹർ നേരം മരിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ പുതിയ മേച്ചിൽപ്പുറം തേടി ചെന്ന മനോഹറിന്റെ മുന്നിലേക്കാണ് മരിയ വന്നത്. അങ്ങനെ മരിയയാണ് ഇപ്പോഴത്തെ പുതിയ മനോഹറിന്റെ ഒളിത്താവളം എന്ന് പറഞ്ഞാല്. അപ്പൊ മരിയയെ വെച്ച് എങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം. അത് മാത്രമല്ല മരിയ അമേരിക്കയിലേക്കാ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തനിക്കൊരു വിസയും പാസ്പോർട്ടും ഒക്കെ ശരിയാക്കുകയാണെങ്കിൽ അമേരിക്കയിൽ പോയി ഇനി ശിഷ്ടകാലം നല്ല സുഖമായിട്ട് ജീവിക്കാം. അവളും വലിയ കോടീശ്വരിയാന്ന് തോന്നേ. ആ ഒരു ചിന്തയൊക്കെയായിരുന്നു മനോഹറിന്റെ മനസ്സിൽ. അങ്ങനെ മരിയെ കണ്ടു കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു, മോളൂ എന്നെ കുറെ സമയമായോ വെയിറ്റ് ചെയ്തിരിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഇല്ല, കുറച്ച് സമയമായുള്ളൂ എന്ന് പറയണേ. അതെ, എന്ത് പറയാനാ, ബിസിനസ്സിന്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നോണ്ടേ ഒന്നിനൊന്നും സമയം തികയുന്നില്ലെന്ന് പറയണം. പിന്നീട് മനോഹർ പറഞ്ഞു, അതെ എന്നാ മോളൂ അമേരിക്കയ്ക്ക് പോകണമെന്ന് ചോദിക്കാം. ഉടനെ തന്നെ പോണം പറയട്ടാ, അധികം താമസിക്കാൻ പറ്റില്ലെന്ന് പറയണം. കാരണം അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കുക. അത് കേട്ടത് മനോഹർ പറഞ്ഞു, വേണം പിന്നെ വേണം. എനിക്കും അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അധികം താമസിക്കാതെ നമുക്ക് അവിടെ സെറ്റിൽ ആവാം അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, അവിടെ സെറ്റിൽ ആവാം. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും മുന്നോട്ട് പോകണ്ടെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ മനോഹറിന് സന്തോഷമായി. കൊള്ളാം, താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സരയുവിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ തന്നെ സരയുവിന്റെ അക്കൗണ്ടും ബാങ്ക് ലോക്കറും ഒക്കെ കാലിയായി. ഇനിയിപ്പോൾ അത് പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. അവളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല. ഇനിയിപ്പോൾ പുതിയൊരു പോംവഴി എന്ന് പറഞ്ഞ മരിയാണ്. ഇവളെ എങ്ങനെയെങ്കിലും കറക്കിയെടുത്ത് ഇവളുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം പണവും മേടിക്കണം. അത് മാത്രമല്ല ഇവളുടെ കൂടെ പോവാണ് സ്വസ്ഥത സുഖത്തോടെ കൂടി ജീവിക്കുകയും ചെയ്യാം. കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന നല്ലതാ. അമേരിക്കയെങ്കിൽ അമേരിക്ക, അവിടെ ചെന്നാൽ പിന്നെ തന്നെ ആരും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.